കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇല്ലം കട്ടവരെ കൊല്ലത്തിന് വേണ്ട എന്നൊരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. ജനങ്ങൾ അതിനോട് അനുകൂലമായി പ്രതികരിക്കുന്നുണ്ട്. നഗരസഭയുടെ ഓഫീസിൽ വരുന്ന ഒരു സാധാരണ പൗരന് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ട് അവരുടെ ജീവിതാനുഭവത്തിൽ നല്ലതുപോലെയുണ്ട്. പതിവ് തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി കൊല്ലത്തും UDF ആദ്യഘട്ടത്തിൽ തന്നെ വളരെ വേഗത്തിലാണ് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ പ്രഖ്യാപിച്ച് ഒരുക്കങ്ങൾ നടത്തിയിരുന്നത്. ഇതിന് മുന്നോടിയായിട്ടൊരു കുറ്റവിചാരണ യാത്ര ഉൾപ്പെടെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. കൊല്ലം MPയുടെ നേതൃത്വത്തിലായിരുന്നു 4 ദിവസം നീണ്ടുനിന്ന ഒരു വലിയ ജാഥയും അതിനുശേഷം കുറ്റവിചാരണ ആ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. MP തന്നെ ചേരുകയാണ്. എനിക്ക് തോന്നുന്നു UDFന്റെ ചരിത്രത്തിൽ തന്നെ കൊല്ലത്ത് ഇത്രയും വിപുലമായ ഒരു ഒരുക്കം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. ഒരു ഘട്ടത്തിൽ പോലും UDFന്റെ ചരിത്രത്തിൽ ഇത്രയും മുന്നൊരുക്കത്തോടു കൂടി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പം ഞങ്ങൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നല്ല തയ്യാറെടുപ്പും ഗൃഹപാഠവും നടത്തിയിട്ടുണ്ട്. 56 ഡിവിഷനുകളുടെയും സാമൂഹ്യ ഘടനയെ സംബന്ധിച്ചും രാഷ്ട്രീയ പശ്ചാത്തലത്തെ സംബന്ധിച്ചും വിശദമായ ശാസ്ത്രീയമായ പരിശോധന നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും വിഭാഗത്തിൻ്റെയോ ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപിതമായ താല്പര്യത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല സ്ഥാനാർത്ഥി നിർണയം. പൊതു മാനദണ്ഡമാണ്. പൊതു മാനദണ്ഡം വിന്നബിലിറ്റി, വിജയസാധ്യതയുള്ളയാൾ സ്ഥാനാർത്ഥിയാകുക എന്നുള്ളതാണ് UDF പൊതുവായി ഒരു സമീപനം സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ RSP എന്നോ കോൺഗ്രസ് എന്നോ ലീഗെന്നോ ഉള്ള വ്യത്യാസം കൂടാതെ UDF പൊതുവായി ഞങ്ങൾ പരസ്പരം ആലോചിക്കുകയാണ് ഒരു ഡിവിഷനിൽ ആര് നിന്നാൽ ജയിക്കാൻ പറ്റും. അങ്ങനൊരു സൗഹൃദ കൂടിയാലോചനകൾ കൂടി നടത്തി ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടം വിജയിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് മുന്നോടിയായി ഞങ്ങൾ നടത്തിയ കുറ്റവിചാരണ യാത്ര 4 ദിവസം 56 ഡിവിഷനുകളിലും സന്ദർശിച്ചപ്പോഴാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിച്ചത്. അതിൽ തന്നെ ആളുകളുടെ കാര്യം 30 വർഷമായിട്ട് LDF മാത്രം ഭരിക്കുന്നതാണ്. അപ്പോൾ ആളുകൾക്ക് പല കാര്യങ്ങളും പറയാനുണ്ടായിരുന്നു. നിരവധി കാര്യങ്ങൾ. ജനങ്ങളുടെ പ്രതികരണം വളരെ വളരെ വലുതായിരുന്നു. ഞങ്ങൾ തുറന്ന വാഹനത്തിലല്ല പോയത്. വഴിയിൽ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി ജനങ്ങൾ ഞങ്ങളുമായി ആശയവിനിമയം നടത്തുക. സമ്പൂർണമായ പിന്തുണയാണ്. കാരണം ഇത്രയും നരകതുല്യമായ ഒരു നഗരഭരണം കേരളത്തിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സ്ലോട്ടർ ഹൗസ് പോലും ഈ നഗരത്തിലില്ല എന്ന് പറയും. ഉണ്ടായിരുന്ന സ്ലോട്ടർ ഹൗസ് പൂട്ടി. ഇവിടുത്തെ പാർക്കുകൾ ഏറ്റവും പ്രധാനപ്പെട്ട നഗരത്തിൻ്റെ ആകർഷണ കേന്ദ്രമായിരുന്നു. ഞാൻ അപ്പർ പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന പാർക്കാണ് ബീച്ചിലെ MG പാർക്ക്. അത് അടച്ചു പൂട്ടിയിട്ട് എത്ര വർഷമായി. തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ അവരുടെ നാമധേയത്തിലൊരു പാർക്കുണ്ടാക്കി കാട് പിടിച്ച് പൂട്ടിക്കിടക്കുന്നു. നമ്മൾ ഈ തരത്തിൽ ഒരു പൗരാവകാശങ്ങൾ പരിരക്ഷിക്കുക, മിനിമം ബേസിക് സിവിൽ അമ്യൂണിറ്റീസ് മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു കോർപ്പറേഷൻ്റെ ജോലി. നയപരമായ കാര്യങ്ങളൊന്നും അവർ ചെയ്യേണ്ടതായിട്ടില്ല. ആ മിനിമം സിവിക് അമ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിൽ സമ്പൂർണ്ണ പരാജയമാണ്. 2017-18 ആരംഭിച്ച ഞാങ്കടവ് കുടിവെള്ള പദ്ധതി ഒച്ചഴയുന്ന വേഗതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ശുദ്ധീകരണശാലയുടെ പണി പൂർത്തീകരിച്ചിട്ടില്ല. അതുപോലെ കിണർ തീർന്നിട്ടില്ല, തടയണ നിർമ്മിച്ചിട്ടില്ല, പൈപ്പ് ലൈൻ 6-7 വർഷം കഴിഞ്ഞിട്ടും പണമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടി ധനസഹായത്തോടു കൂടി നടപ്പാക്കുന്നൊരു വിപുലമായ കുടിവെള്ള പദ്ധതി 6 വർഷം കഴിഞ്ഞതിന് ശേഷവും അത് ഒരു ഘട്ടത്തിലും എത്തിയില്ല. ഭരണനിർവഹണ രംഗത്തെ കെടുകാര്യസ്ഥതയും പിടിപ്പുകേടുമല്ലേ. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ ഈ പലപ്പോഴും മുന്നണിക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പോലും റിബലൊക്കെ വന്നാണ് പല തിരിച്ചടികളും ഉണ്ടായത്. അപ്പോൾ ഇത്തവണ നേരത്തെ മുന്നൊരുക്കങ്ങൾ നടത്തിയത്. അപ്പോൾ പാർട്ടി ചിഹ്നങ്ങളല്ല സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പോലും പ്രതീക്ഷിക്കാമെന്നാണ്. തീർച്ചയായിട്ടും ഒരു സ്ഥാനാർത്ഥി ഞങ്ങൾ ഇപ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അയത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. അത് ലീഗിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. ലീഗും കോൺഗ്രസും RSPയും എല്ലാം കൂടി സഹകരിച്ചുകൊണ്ട് ആ സീറ്റ് ഒരു പൊതു സ്ഥാനാർത്ഥിയെ നിർത്തി ലീഗിൻ്റെ അക്കൗണ്ടിൽ തന്നെ സീറ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ UDFൻ്റെ പൊതു സ്ഥാനാർത്ഥി എന്ന നിലയിൽ മികവാർന്നൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി നിർത്തിയിട്ടുണ്ട്. വിജയമാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രധാന ഘടകം. ഞങ്ങൾ ഇതേവരെ കൈക്കൊണ്ടിട്ടുള്ളത് വിന്നബിലിറ്റി, വിജയസാധ്യതയാണ്. അല്ലാതെ മറ്റൊരു പരിഗണനയുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ലീഗിൻ്റെ കൈവശമുണ്ടായിരുന്ന ലീഗ് മത്സരിച്ചു കൊണ്ടിരുന്ന സീറ്റ് പോലും ഒരു സ്വതന്ത്ര ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി ജയസാധ്യതയുണ്ട് എന്ന് കണ്ടെത്തി മത്സരിപ്പിക്കുന്ന വിശാല സമീപനം ലീഗ് സ്വീകരിച്ചു, കോൺഗ്രസ് സ്വീകരിച്ചു, ഞങ്ങളതിനെ പിന്തുണച്ചു. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രാറ്റജി വർക്കപ്പ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള നല്ല ഗൃഹപാഠവും ഞങ്ങൾ നടത്തുന്നുണ്ട്. RSPയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിലവിൽ 4 കൗൺസിലർമാരാണുള്ളത്. 11 സീറ്റുകളിൽ മത്സരിക്കുന്നു. അത് ഉയരുമെന്ന് തന്നെയാണ് ഉറച്ച വിശ്വാസം. ഉറപ്പായിട്ടും 9-ൽ കുറയാത്ത സീറ്റ് വാങ്ങി ഞങ്ങൾ പ്രാവശ്യം ജയിക്കും. RSPയെ സംബന്ധിച്ച് കോൺഗ്രസിനും അതുപോലെ മുന്നേറ്റമുണ്ടാകും. ലീഗിന് അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല, ലീഗും നല്ലതുപോലെ മുന്നേറ്റമുണ്ടാകും. ഞങ്ങൾ പറഞ്ഞില്ലേ, മിനിമം ഞാൻ നിങ്ങൾ പറഞ്ഞ അതിശയോക്തിപരമായി പറയുന്നതല്ല,
ഒരു സിമ്പിൾ മെജോറിറ്റി എന്തായാലും കിട്ടും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഒരു കാര്യം, ഈ യാത്രയിൽ അങ്ങ് ഉയർത്തിയ ഒരു ടാഗ് ലൈനാണ് ഇപ്പോൾ പോസ്റ്ററുകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. അതായത് ഞങ്ങൾ ഇത്രയും വ്യാപകമായ ക്രമക്കേട്, അഴിമതി, ഇപ്പോൾ കൊല്ലം ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് നടന്ന കറപ്ഷൻ, മാലിന്യ സംസ്കരണ പ്ലാന്റിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്ന കറപ്ഷൻ, ഒരു അക്കൗണ്ടബിലിറ്റിയും ഇല്ല. ക്രിമറ്റോറിയം, ഇത് ആരാ അക്കൗണ്ടബിൾ? ഈ ടൗൺ ഹാള്, ഇതെല്ലാം പാഴ്ചെലവായി മാറി നമ്മുടെ നഗരത്തിൻ്റെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട പണം പാഴ്വാക്കായാലും പാഴ്വ്യയം നടത്തിയതിന് ശേഷം ഒരു ഉത്തരവാദിത്വവും ആരുടെ പേരിലും ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇല്ലം കട്ടവരെ കൊല്ലത്തിന് വേണ്ട എന്നൊരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. ജനങ്ങൾ അതിനോട് അനുകൂലമായി പ്രതികരിക്കുന്നുണ്ട്. നഗരസഭയുടെ ഓഫീസിൽ വരുന്ന ഒരു സാധാരണ പൗരന് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ട് അവരുടെ ജീവിതാനുഭവത്തിൽ നല്ലതുപോലെയുണ്ട്. അഴിമതി വിമുക്തവും കാര്യക്ഷമവുമായ ഒരു നഗരഭരണം കൊല്ലം നഗരത്തിന് കാഴ്ചവെക്കാൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ KPCC അടക്കം UDFൻ്റെ സംസ്ഥാന നേതൃത്വവുമായിട്ട് ആലോചിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അല്ലാതെ ചുമ്മാതെ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരാളെ തോൽപ്പിക്കുക എന്നുള്ളതല്ല. കൃത്യമായ മാനിഫെസ്റ്റോ മുമ്പിൽ വെച്ചുകൊണ്ടായിരിക്കും വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത്. MP സൂചിപ്പിച്ചതുപോലെ തന്നെ മുന്നണി ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. ലക്ഷ്യം മറ്റൊന്നുമല്ല, കൊല്ലം കോർപ്പറേഷനിൽ ഇത്തവണ അധികാരത്തിൽ വരിക എന്നുള്ള ലക്ഷ്യം കൊണ്ട് തന്നെയാണ് മുതിർന്ന നേതാക്കൾ തന്നെ നേരിട്ട് ഇക്കാര്യത്തിന് ചുക്കാൻ പിടിക്കുകയും ചെയ്യുന്നത്. കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ്, മീഡിയ 1.